കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു കുക്കറിലൊരു ബീഫ് കറി ഉണ്ടാക്കിയാലോ. അതിന് ആദ്യം നമുക്ക് ഓയിലൊഴിക്കാം. 3-4 സ്പൂണ് ഉള്ളി വഴറ്റാനുള്ള ഓയിലൊഴിക്കാം. ഓയിലൊന്ന് ചൂടാകട്ടെ. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. കുക്കറിലാണ് ഇന്ന് നമ്മൾ ബീഫ് കറി വെക്കുന്നത്. ഓയിൽ ചൂടായിട്ടുണ്ട്. ആദ്യം ഒന്ന് കറിവേപ്പില ഇടാം. ചൂടായി വരുന്നുണ്ട്. ഇനിയും സവാള ഇടാം. ആവശ്യത്തിനുള്ള സവാള ഇടാം. സവാള ഒന്ന് നല്ലതായിട്ട് വാടിക്കഴിയുമ്പോൾ നമുക്ക് തക്കാളിക്ക ഇടാം. ഞാൻ സവാള ഇട്ടു. സവാള നമുക്ക് ഇളക്കാം. നല്ല ചുവന്ന കളറാകുമ്പോൾ ഇത് തക്കാളിക്ക ഇടാം. തക്കാളിക്ക ഇട്ട് വഴറ്റാം. ഉള്ളി വാടുമ്പോഴത്തേന് നമുക്ക് പൊടിവകകൾ എടുക്കാം. ഇത് 3 സ്പൂൺ മുളക് പൊടി. ഇത് മീറ്റ് മസാല ഒരു വലിയ സ്പൂണിന്. ഇനി 1 സ്പൂൺ സാദാ മുളക് പൊടി എരിവുള്ള. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും പൊടിവകകൾ. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതൊന്നിച്ചെടുത്തത് ഓരോ പൊടി ഇടുമ്പോഴത്തേന് കരിഞ്ഞു പോകും. അപ്പോൾ ഒന്നിച്ചങ്ങ് ഇടാമല്ലോ. ഇടുമ്പോൾ പരുവത്തിന് നമുക്ക് മൂത്ത് കിട്ടും. ഇപ്പം ശകലം കൂടെ ഒന്ന് വാടണം. ഒന്ന് ചുമന്ന് നല്ലതായിട്ട് വാടിയില്ലെങ്കിൽ ബീഫിനകത്ത് കിടന്ന് ഉള്ളി പച്ച കടിക്കും. നല്ലതായിട്ട് നല്ലതായിട്ട് വാടിയിട്ടുണ്ട് സവാള. ഇപ്പോൾ നമുക്ക് തക്കാളിക്കായി ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളകും കൂടെ ഇടാം. സ്വല്പം ഉപ്പ് ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഒന്ന് എല്ലാം ചോന്നൊന്ന് വാടാൻ. ഇപ്പം ഞാൻ ഇതിനോട്ട് ഇടുക. എല്ലാം കൂടെ ഇഞ്ചി വെളുത്തുള്ളി തക്കാളിക്ക പച്ചമുളക് ഇത് ചുമട്ടയൊന്ന് നല്ലതായിട്ടൊന്ന് വാടട്ടെ. ചുമക്ക് ഇത് നല്ലതായിട്ട് വാടിക്കഴിയുമ്പോൾ നമുക്ക് പൊടി വകകളിടാം. നമ്മുടെ സവാളയും പച്ചമുളകും ഇഞ്ചിയും ഉള്ളിയും എല്ലാം നല്ലതായിട്ട് വാടിയിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞ വേണ്ട. നല്ലതായിട്ട് വാടി എണ്ണ തെളിഞ്ഞ്. അപ്പം നമുക്ക് തീ കുറച്ച് പൊടി വകകൾ ഇടാം. തീരെ കുറയ്ക്കണം. അല്ലെ പൊടി അങ്ങ് കരിഞ്ഞു പോകും. നല്ലതായിട്ട് ചൂടായിട്ട് കിടക്കുന്ന പാത്രമല്ലേ. ഇനി നമുക്ക് പൊടിയെല്ലാം കൂടെ ഇടാം. തീ കുറച്ചിട്ടിട്ടുണ്ട്. പൊടിയൊന്ന് നമുക്ക് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ചൂടാക്കാം.
ഇതിപ്പം പൊടിയെല്ലാം കൂടെ ഇട്ടൊന്ന് ഇതായല്ലേ, ഈ സമയത്ത് ഒരു സ്വല്പം ഓയിൽ ഒഴിക്കണേ, പൊടി കരിയാതിരിക്കാൻ സ്വല്പം മതി. പ്രത്യേക ഒരു മയവും വരും. പൊടി പരുവത്തിന് മൂത്തിട്ടുണ്ട്, പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. നമുക്ക് ഇത് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് വെള്ളം. വേണേ ബീഫ് ഇട്ട് നമുക്ക് വഴറ്റിയിട്ട് വേണേ നേരം ഈ പിന്നെ 2 കിലോ ബീഫാണ് ഇത്. ഈ കുക്കറിനകത്തിട്ട് നമുക്ക് ഇളക്കാൻ പാടാം. അപ്പം നമുക്ക് ആദ്യം ഈ തിളപ്പിച്ച വെള്ളം അങ്ങോട്ട് ഒഴിക്കാം. ഇപ്പം തീ കൂട്ടിയിടണം. തിളക്കട്ടെ. പരുവത്തിന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് അങ്ങോട്ട് ഇടാം. ഇനി നമുക്ക് ഇനിയും ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇത് തിളയ്ക്കുമ്പോൾ നല്ലതായിട്ട് വെള്ളം ഇറങ്ങിക്കോളും. ഒരു സ്വല്പം വിനീഗർ, ഇത് വേകുന്നതാണോ അല്ലയോ നമുക്കറിയില്ല, സ്വല്പം മതി. ഒരു 8 വിസിലടിക്കുമ്പോൾ നമുക്കിത് വാങ്ങാം. അടച്ചു വെക്കാം. കുക്കർ നമുക്ക് അടച്ചു വെക്കാം. ബീഫ് വെന്തോന്ന് നോക്കാം. കുക്കറൊന്ന് തുറന്ന് നോക്കാം. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഉപ്പൊന്ന് നോക്കിയായിരുന്നു, ഇടയ്ക്കല്ല ഇപ്പോൾ തന്നെ. നമുക്ക് ഇതിന് കടുക് വറുക്കാനുള്ള കടുക് വറുക്കാം. അതിനുള്ള ഓയിൽ ഒഴിക്കാം. ആവശ്യത്തിനുള്ള ഓയിൽ. ചൂടാകുമ്പോൾ കടുക് ഇടാം. വറ്റൽമുളകും ഉള്ളിയും കൂടി ഇടാം. താവിയെടുക്കട്ടെ.
ബീഫിന് ഞാൻ ഉണക്കക്കപ്പ വേവിച്ച് അതിനകത്തോട്ട് വൻപയർ കൂടെ ഇടാം. ബീഫിന് ഞാൻ ഉണക്കക്കപ്പയെന്ന് പറഞ്ഞാൽ വെള്ളുകപ്പയെന്ന് പറയും, പച്ചയ്ക്ക് അരിഞ്ഞ് ഉണക്കി ഉണ്ടാക്കുന്നത്, അങ്ങനെ അത് വെന്തിരിക്കും. അത് വറ്റട്ടെ. കറിവേപ്പില ഇടാം. തോരൻ ഞാനിട്ടത്. ഇതിലോട്ട് പെരുംജീരകം, കത്തോലം, ഗ്രാമ്പൂവ്, 3 ഏലക്ക അതോടെ ഇതിൻ്റെ കൂടെ ഇടാം. കടുക് വറുത്തത് നമുക്ക് ബീഫിനകത്തോട്ട് ചേർക്കാം. കൂട്ടുകാരെ, ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉണക്കക്കപ്പ വേവിച്ച് എന്നിട്ട് ബീഫ് കറി, ഇത് കോമ്പിനേഷനാണ്. നല്ല ഇതാ ബീഫ് കറിക്ക് ഉണക്കക്കപ്പ വേവിച്ചത് വൻപയറും കൂടി ഇട്ട് നമുക്ക് കറി ഉണക്കക്കപ്പയ്ക്കകത്തോട്ട് ഒഴിക്കാം. ഈ ഉണക്കക്കപ്പയും ബീഫ് കറിയും കൂടെ കൂട്ടി കൂട്ടുകാരും ഒന്ന് കഴിച്ചു നോക്കുക. എല്ലാവരും ഇത് കണ്ടോ? ഇതുവരെ കൂട്ടുകാരെനിക്ക് സബ്സ്ക്രൈബും ബെല്ലൈക്കനും കമൻറ്റും ലൈക്കും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ കൂട്ടുകാരത് ചെയ്യണേ. ഇത് കഴിച്ച് നിങ്ങളുടെ അഭിപ്രായം ഞാൻ തേടുന്നു. ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കേ.